ഈ ഇലാമപ്പഴം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റെപ്രസെന്റേഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇലാമപ്പഴത്തിന്റെ പുറംഭാഗം മതവും അതിന്റെ ഉൾക്കാമ്പ് ആ ഒരു വിത്ത് ദൈവമാണ്. ഈ മതത്തിന്റെ ഇലാമപ്പഴത്തിന്റെ പുറംഭാഗത്തിന്റെ രുചിയിൽ മയങ്ങി അതിനെ ആർത്തിയോടെ കഴിക്കുന്നതിനിടയിൽ ഉള്ളിലുള്ള ദൈവമെന്ന ഉൾക്കാമ്പ് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ഈ റെപ്രസെന്റേഷൻ ആണ് ഇലാമപ്പഴത്തെ കൂടി സംവിധായകൻ സിനിമയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരു മതഭ്രാന്തനായിട്ട് മാറിയ രഘുരാമൻ ഈ ആശ്രമത്തിൽ എത്തപ്പെടുകയാണ്. സ്വപ്നലോകത്തിലാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ട രഘുരാമൻ ഈ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം കണ്ടുപിടിക്കുകയും അതിന് മരുന്ന് കണ്ടുപിടിക്കുകയും കാഴ്ച കിട്ടാനുള്ള മരുന്ന് കണ്ടുപിടിക്കുകയും സമൂഹത്തിലെത്തി ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആദ്യം കല്ലെറിഞ്ഞ ആൾക്കാർ പിന്നെ രഘുരാമനെ വിശ്വസിച്ച് കാഴ്ച നേടുകയും സമൂഹം നന്നാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ രഘുരാമൻ വീണ്ടും കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഗുരു ഒരു സ്വപ്നത്തിൽ കൂടി രഘുരാമനെ നല്ല മനുഷ്യനാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ സ്വപ്നത്തിലെ അന്ധത തന്റെ ജീവിതത്തിലെ മതം ആണെന്നും മതം മൂലം ദൈവത്തെ കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ദൈവം എന്നാൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സഹകരണവും സാഹോദര്യമൊക്കെ ആണെന്നും ഒക്കെ തിരിച്ചറിവ് നേടുകയും ജീവിതത്തിലേക്ക് വന്ന് ആ ഒരു കലാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്നതാണ് സിനിമയിലെ കഥ.